എല്ലാം നിങ്ങൾക്ക് മാപ്പില്ല, എല്ലാം നിങ്ങൾക്ക് മാപ്പില്ല. ഹൈന്ദവ ജനത മാപ്പ് തരില്ല, ഹൈന്ദവ ജനത മാപ്പ് തരില്ല. തിരിച്ചെടുക്കും നോക്കിക്കോ, തിരിച്ചെടുക്കും നോക്കിക്കോ. കേന്ദ്രം ഭരണം കയ്യാളും, കേന്ദ്ര ഭരണം കയ്യാളും. RSS വളർത്തിയെടുത്ത, RSS വളർത്തിയെടുത്ത നരേന്ദ്രമോദി ഉള്ളൊരു കാലം, നരേന്ദ്രമോദി ഉള്ളൊരു കാലം, അമിത് ഷാ ഉള്ളൊരു കാലം. തിരിച്ചടിക്കും നോക്കിക്കോ, തിരിച്ചടിക്കും നോക്കിക്കോ. ജയ് ജയ് ഭാരത് മാതാ, ജയ് ജയ് ഭാരത് മാതാ, ജയ് ജയ് ഭാരത് മാതാ, ജയ് ജയ് ഭാരത് മാതാ, ജയ് ജയ് VHP, ജയ് ജയ് VHP, ജയ് ജയ് VHP, ജയ് ജയ് VHP, ജയ് ജയ് ബോലോ ഭാരത് മാതാ കേ ജയ്. ಸಂಘಟನೆಯ ಆಶಯದಲ್ಲಿ ಇವತ್ತು ಭದ್ರಕರ ಈ ಪೇಟೆಯಲ್ಲಿ ಕಾಶ್ಮೀರದ ಪಹಲ್ಗಾಮ್ನಲ್ಲಿ ನಡೆದಂತಹ ಭೀಕರ ಹತ್ಯೆಗೆ ಎದುರಾಗಿ ಹಿಂದೂ ಸಮಾಜವನ್ನ ಗುರಿಯಾಗಿಟ್ಟುಕೊಂಡು ಮುಸ್ಲಿಂ ಸಂಘಟನೆಗಳು ನಡೆಯುವಂತಹ ಕೃತ್ಯಕ್ಕೆ ಎದುರಾಗಿ ಇವತ್ತು ಭದ್ರಕದಲ್ಲಿ ಮೆರವಣಿಗೆಯನ್ನ ಹಮ್ಮಿಕೊಂಡಿದ್ದೇವೆ. ಇವತ್ತಿನ ಈ ಮೆರವಣಿಗೆಯ ನೇತೃತ್ವವನ್ನ ವಹಿಸಿಕೊಂಡಂತಹ ಹಿಂದೂ ನೇತಾರರುಗಳಾದಂತಹ ಶ್ರೀಯುತ ಸಂಕಪ್ಪ ಭಂಡಾರಿ, ಹರೀಶ್ ನಾರಂಪಾಡಿ ಮತ್ತು ಸುಧಾಮ ಗೋಸಾಡ ಹಾಗೂ ಗಣೇಶ್ ಮಾಯನಕಟ್ಟೆ ಮತ್ತು ಹರೀಶ್ ಪುತ್ರಕಲ, ಶ್ರೀಧರ ಬೆಳ್ಳೂರು ಮುಂತಾದಂತಹ ಹಲವು ಪ್ರಮುಖರು ನಮ್ಮೊಂದಿಗೆ ಇವತ್ತು ഇದ್ದಾರೆ. വളരെ ഒരു വേദനാജനകമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഭാരതം കടന്നു പോകുമ്പോൾ മതം തലക്ക് പിടിച്ചിട്ടുള്ള ഇസ്ലാമിക തീവ്രവാദികള് മതം നോക്കി നടപ്പിലാക്കിയിട്ടുള്ള വധശിക്ഷക്കെതിരെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തില് ഭാരതമാദ്യം നടക്കുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി വിശ്വ ഹിന്ദു പരിഷത്ത് ബജറംഗദൾ ഭദ്രകയുടെ നേതൃത്വത്തില് നടക്കുന്ന ഈ പ്രതിഷേധ പരിപാടിയിലെത്തിയിട്ടുള്ള എല്ലാ ഭാരതത്തെ സ്നേഹിക്കുന്ന എല്ലാ സഹോദരങ്ങളെ, നമുക്ക് ഇന്നലെ വൈകുന്നേരം കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് വളരെ വളരെ വേദനയോട് കൂടിയാണ് സോഷ്യൽ മീഡിയയിലെ ഭീകരാക്രമണത്തിൽ മരണപ്പെട്ട കർണാടക സ്വദേശിയുടെ അടുത്ത് അവരുടെ ഭാര്യയിൽ നിന്ന് കരയുന്ന ഒരു ഫോട്ടോ നമുക്കെല്ലാവർക്കും കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. വളരെ നിസ്സഹായായി തന്റെ ഭർത്താവിന്റെ ജഡത്തിനടുത്ത്
ഏകദേശം ഒരു 10 മിനിറ്റ് മുമ്പാണ് അവരൊരു പോസ്റ്റ് കാശ്മീരിന്റെ താഴ്വരയിലെ ബോട്ടിൽ സഞ്ചരിക്കുന്ന ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കുന്നവർക്ക് കാണാൻ വേണ്ടി സാധിക്കും. 370-ാം വിധി എടുത്ത് കളഞ്ഞതിനു ശേഷം ആ കാശ്മീരിലെ നടന്നിട്ടുള്ള മാറ്റങ്ങൾ, ആ കാശ്മീരിന്റെ ജനങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ എന്നും തീവ്രവാദ ആക്രമണം നിലനിന്നിരുന്ന കാശ്മീരിൽ ആ പ്രത്യേക പദവി എടുത്ത് കളഞ്ഞതിനു ശേഷം കാശ്മീരികൾക്ക് കിട്ടിയുള്ള നേട്ടങ്ങളെ കുറിച്ചൊക്കെ അവർ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ആ കാശ്മീരിന്റെ ജനങ്ങൾക്ക് അവർക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ലഭിക്കാൻ തുടങ്ങി, അവർക്ക് നേരെ ചൊവ്വെ ഉറങ്ങാൻ സാധിച്ചു, അവർക്ക് 3 നേരവും ഭക്ഷണം കിട്ടാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തു, അവർക്ക് അവരുടേതായ രീതിയിൽ തൊഴിൽ ചെയ്യാനുള്ള അവസരം നൽകി കൊടുത്തു. ഇങ്ങനെയൊക്കെ രാഷ്ട്രത്തിന്റെ കാശ്മീരിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികൾ അത് ഏതോ ഒരു മതം നോക്കിയല്ല നടപ്പിലാക്കിയിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ഏറ്റവും കൂടുതൽ മുസ്ലിമുകൾ വസിക്കുന്ന കാശ്മീർ താഴ്വരയില് അവരുടെ വികസനത്തിനും അവരുടെ വളർച്ചയ്ക്കും വേണ്ടി പല പദ്ധതികളും നടപ്പിലാക്കിയപ്പോൾ മതം തലക്ക് പിടിച്ചിട്ടുള്ള ചില ആളുകൾ നടത്തിയിട്ടുള്ള കൂട്ടക്കൊല, പാകിസ്ഥാനിൽ നിന്ന് എത്തിയിട്ടുള്ള തീവ്രവാദികൾ മാത്രമല്ല ഇതിന് പിന്നിലുള്ളത്. കാശ്മീർ താഴ്വരയിൽ നിൽക്കുന്ന മതം തലക്ക് പിടിച്ചിട്ടുള്ള ഇസ്ലാമിക ഭീകരവാദികളുടെ അറിവോട് കൂടിയാണ് ഈ കൂട്ടക്കൊരുവ് നടത്തിയിട്ടുള്ളത്. പ്രിയമുള്ളവരെ, നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നമ്മള് ഇവിടെയും ചില മതഭ്രാന്ത് പിടിച്ച തീവ്രവാദികൾ പ്രതികരിക്കേണ്ടതുണ്ട്. രാഷ്ട്രം തല താഴ്ത്തുന്ന വിധത്തിൽ ഒരു ഭീകരാക്രമണം നടന്നപ്പോൾ അതിനെ സൈന്യത്തിനെതിരെ തിരിക്കുക, അതിൽ ഇവിടുത്തെ ഹൈന്ദവനെയും മുസൽമാനെയും തമ്മിലടുപ്പിക്കുക, രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന് അതിൽ വലിച്ചയക്കുക എന്ന രഹസ്യ അജണ്ടയോടുകൂടി പ്രധാനമന്ത്രിയുടെ ട്വീറ്റിനടക്കം കമന്റ് ഇട്ടവർ ഈ കാസർഗോഡിലും കേരളത്തിലുണ്ട്. ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ഈ ഭാരതത്തിനെതിരെ പ്രവർത്തിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഷയിലൊന്ന് തിരിച്ചടിക്കാൻ ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിന് അറിയാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ രാഷ്ട്രമാണ് നമുക്ക് വലുത്. നമ്മുടെ ആരാധനത്തിലുള്ള പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്, ആദ്യം രാഷ്ട്രമാണ്, പിന്നെയാണ് രാഷ്ട്രീയം. അതുകൊണ്ട് ഇവിടെ മതം തലക്ക് പിടിച്ചിട്ടുള്ളവർ ഓർക്കുന്നതാണ് നല്ലത്. ഈ രാഷ്ട്രത്തെ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമേ ഇവിടെ ജീവിക്കാനുള്ള അവസരമുള്ളൂ. മറിച്ച് രാഷ്ട്രത്തിനെതിരെ പ്രവർത്തിച്ചുകൊണ്ട് ഇവിടുത്തെ ഈ ഭാരതത്തെ തകർക്കാമെന്ന ഉദ്ദേശത്തോടുകൂടി നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ നിങ്ങൾക്കിവിടെ ഭാരതത്തിൽ സ്ഥാനമില്ല എന്നാണ് ഈ അവസരത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത്. പ്രിയമുള്ളവരെ, നമ്മുടെ 27ഓളം സഹോദരങ്ങളാണ് ഈ ഭീകരാക്രമണത്തില് വീരം നിർത്തിയടിച്ചിട്ടുള്ളത്. ആ അമ്മ, നമ്മുടെ ഒരു സഹോദരി ആ ഭീകരവാദിയോട് പറഞ്ഞു, നിങ്ങളെ എന്റെ ഭർത്താവിനെ കൊന്നു, എന്നെയും കൊല്ലുമെന്ന് രോപിക്കുന്ന ഒരു ചിത്രം ഏതൊരു മനുഷ്യന്റെ കണ്ണിൽ കണ്ടെങ്കിൽ അദ്ദേഹം വിഷമിച്ചിട്ടുണ്ടാവും. ഈ അവസരത്തിൽ കൂടിയാണ് ചില മതതീവ്രവാദികൾ, മതഭ്രാന്ത് പിടിച്ചവര് സൈന്യത്തിനെതിരായി കമന്നിട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടത്തുന്നത്. പ്രിയമുള്ളവരെ, ഈ ഭീകര
അക്രമത്തിൽ മരിച്ചിട്ടുള്ള എല്ലാ സഹോദരങ്ങൾക്കും വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ബജരംഗദളിന്റെ സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ പേരിൽ എല്ലാവിധ അനുശോചനം അറിയിച്ചുകൊണ്ട് എന്റെ രണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ಶಬ್ದಗಳಿಂದ ಖಂಡಿಸಬೇಕಾದಂತಹ ಒಂದು ಘಟನೆ ನಿನ್ನೆ ಭಾರತದ ಕಾಶ್ಮೀರದಲ್ಲಿ ನಡೆದದ್ದು ಈಗಾಗಲೇ ಹರೀಶ್ ರವರು ಉಲ್ಲೇಖ ಮಾಡಿದ್ದಾರೆ. ಕಾಶ್ಮೀರದಲ್ಲಿ ಯಾಕೆ ಹೀಗಾಗ್ತದೆ ಎಂಬುದರ ಬಗ್ಗೆ ಈಗಾಗಲೇ ಸೋಷಿಯಲ್ ಮೀಡಿಯಾಗಳಲ್ಲಿ ಭಾರತೀಯ ಜನತಾ ಪಕ್ಷ ಆಡಳಿತ ಮಾಡುತ್ತಿರುವಂತಹ ಸರ್ಕಾರ ಇದ್ದು ಕೂಡ ಹೀಗೆಲ್ಲ ಆಗುತ್ತದೆ ಎಂಬಂತಹ ಒಂದು ಕಮೆಂಟ್ಗಳು ಬರ್ತಾ ಇವೆ. ನೀವು ಆಲೋಚನೆ ಮಾಡಬೇಕು, ಕಾಶ್ಮೀರದಲ್ಲಿ ಈ ತರ ಕೆಲಸ ಮಾಡಿದವರನ್ನ ಇದಕ್ಕಿಂತಲೂ ಮೊದಲು ಹೆಡಬರಿ ಕಟ್ಟಿದ್ದಾರೆ. ಅವರ ದಿನವು ಕೊನೆಯ ಗಳಿಗೆಯಲ್ಲಿ ಇದೆ. ನಿನ್ನೆ ನಮ್ಮ ಸಹೋದರರ ಹತ್ಯೆಯನ್ನು ಮಾಡಿದಂತಹ ತೀವ್ರವಾದಿಗಳು ಇನ್ನು ಒಂದು ವಾರದೊಳಗೆ ಕಾಶ್ಮೀರದಲ್ಲಿ ಅವರ ಹೆಸರು ಇಲ್ಲದಂತೆ ಮಾಡುತ್ತೇನೆ ಎಂಬುದಾಗಿ ಭೀಷ್ಮ ಪ್ರತಿಜ್ಞೆಯನ್ನು ನಮ್ಮ ರಕ್ಷಣಾಧಿಕಾರಿಗಳು ಕಾಶ್ಮೀರದಲ್ಲಿ ಸಂದೇಶವನ್ನು ಕೊಟ್ಟಿದ್ದಾರೆ. ಬಂಧುಗಳೇ, ನಾವೆಲ್ಲರೂ ಆಲೋಚನೆ ಮಾಡಬೇಕು. ಈ ದೇಶವನ್ನು ಆಡಳಿತ ಮಾಡುತ್ತಾ ಇರುವುದು ರಾಷ್ಟ್ರೀಯ ಸ್ವಯಂ ಸೇವಕ ಸಂಘದ ಶಾಖೆಯಲ್ಲಿ ಪಳಗಿದ ಒಬ್ಬ ಸ್ವಯಂ ಸೇವಕನಾಗಿದ್ರೆ ಈ ದುಷ್ಟ ಶಕ್ತಿಗಳಿಗೆ ಇವರ ನಿರ್ಣಯ ಖಂಡಿತ. ಶ್ರೀಕೃಷ್ಣ ಭಗವಂತನು ನಮಗೆ ಗೀತಾ ಸಂದೇಶದಲ್ಲಿ ಹೇಳಿದ ಹಾಗೆ ಯದಾ ಯದಾ ಹಿ ಧರ್ಮಸ್ಯ ಗ್ಲಾನಿರ್ಭವತಿ ಭಾರತ ಅಭ್ಯುತ್ಥಾನಾಂ ಅಧರ್ಮಸ್ಯ ತದಾತ್ಮಾನಾಂ ತ್ರಿಧಾಮ್ಯವಂ ಧರ್ಮ ಸಂಸ್ಥಾಪನಾರ್ಥಾಯ ಸಂಭವಾಮಿ ಯುಗೆ ಯುಗೆ. ನಿಮ್ಮ ಕೊನೆಗಳಿಗೆ ಬಂದೊದಗಿದೆ, ನಿಮಗೆ ಇನ್ನು ಉಳಿಗಾಲ ಇಲ್ಲ ಈ ಭಾರತದ ಪುಣ್ಯ ಮಣ್ಣಿನಲ್ಲಿ ಎಂಬುದಕ್ಕೆ ಇನ್ನು ಕೆಲವೇ ದಿನಗಳಲ್ಲಿ ನಿಮಗೆ ಉತ್ತರ ಸಿಗಲಿದೆ. ಆದ್ದರಿಂದ ಭಾರತ ದೇಶದಲ್ಲಿ ಇಲ್ಲಿಯ ಅನ್ನವನ್ನು ಇಲ್ಲಿಯ ಮಣ್ಣಿನಲ್ಲಿ ಬೇಕಾದಂತಹ ಸಂಪತ್ತನ್ನು ಮಾಡಿಕೊಂಡು ನೀವು ಹಿಂದೂಗಳಿಗೆ ಎದುರಾಗಿ ಬಂದರೆ ನಿಮ್ಮ ದಿವಸವನ್ನು ನೀವೇ ಕೊನೆಗಾಣಲಿದೆ. ಆದ್ದರಿಂದ ಇನ್ನು ಕೆಲವೇ ದಿವಸಗಳಲ್ಲಿ ಇವತ್ತು ಪ್ರಧಾನಮಂತ್ರಿಯವರು ಅವರ ಎಲ್ಲಾ ವಿದೇಶ ಪ್ರವಾಸಗಳನ್ನು ಮೊಟಕುಗೊಳಿಸಿ ನಮ್ಮ ಸಹೋದರ ಹತ್ಯೆಯನ್ನು ಖಂಡಿಸಿ ಭಾರತದಲ್ಲಿ ಆಗುತ್ತಿರುವಂತಹ ವಿಧ್ವಂಸಕ ಕೃತ್ಯವನ್ನು ಖಂಡಿಸಿದ್ದಾರೆ. ವಿದೇಶ ಶಕ್ತಿಗಳು ನಮ್ಮನ್ನು ಏನೇ ವಿಧ್ವಂಸಕ ಕೃತ್ಯದಲ್ಲಿ ತೊಡಗಿಸಿಕೊಂಡರೂ ಕೂಡ ಭಾರತದ ಒಂದಿಂಚು ಮಣ್ಣನ್ನು ಕಾಶ್ಮೀರಿಗಳಿಗಾಗಲಿ ಪಾಕಿಸ್ತಾನಿಗಳಿಗಾಗಲಿ ಅಥವಾ ಇಲ್ಲಿಯ ದುಷ್ಟ ಶಕ್ತಿಗಳಿಗೆ ಅದನ್ನು ಪಡೆದುಕೊಳ್ಳಿಕ್ಕೆ ಸಾಧ್ಯ ಆಗಲಿಕ್ಕಿಲ್ಲ. ಆದ್ದರಿಂದ ಮುಂದಿನ ದಿವಸಗಳಲ್ಲಿ ಈ ಭಾರತದಲ್ಲಿ ಭಾರತ ಸರ್ಕಾರವು ಈ ದುಷ್ಟ ಶಕ್ತಿಗಳಿಗೆ ಎದುರಾಗಿ ತೆಗೆದುಕೊಳ್ಳುವಂತಹ ಎಲ್ಲ ತೀರ್ಮಾನಗಳಿಗೆ ನಿಮ್ಮೆಲ್ಲರ ಇಡೀ ಭಾರತ ದೇಶದ ಪ್ರಜೆಗಳ ಒತ್ತೊಡಮೆಯ ಒಂದು ರೀತಿಯ ಬೆಂಬಲವು ಬೇಕಾಗಿದೆ ಎಂಬುದನ್ನು ನಿಮ್ಮಲ್ಲಿ ಯಾಚಿಸ್ತಾ ನನ್ನೊಂದೆರಡು ಮಾತುಗಳನ್ನು ಕೊನೆಗೊಳಿಸುತ್ತೇನೆ. ಭಾರತ್ ಮಾತಾ ಕಿ ಜೈ. ഭീകര ഹത്യ ഇതിനെതിരെ നമ്മൾ ബദിയടുക്കയിലെ വിശ്വ ഹിന്ദു പരിഷത്ത് മറ്റ് സംഘപരിവാര നേതൃത്വത്തിൽ നടന്ന ഈ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്ത എല്ലാവർക്കും വിശ്വ ഹിന്ദു പരിഷത്ത് പേരിലും സംഘപരിവാറിന്റെ പേരിലും അഗൈതമായ നന്ദി അറിയിച്ചുകൊള്ളും. അതുപോലെ തന്നെ ഒക്കൽ കൂടി ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് സമാധാനപരമായി ഈ മാർച്ച് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊള്ളുന്നു. കൂടാതെ എല്ലാവരും സംയമനത്തോടുകൂടി സമാധാനത്തോടുകൂടി പിരിഞ്ഞു പോകുന്നു ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചു.